രോമാഞ്ചം സിനിമയ്ക്ക് ശേഷം ജിത്തു മാധവൻ ബാലനാണ് സിനിമയാക്കാനിരുന്നത്. വെൽക്കം ടു എപ്പിസോഡ് 1 ഓഫ് സിനിമ ഫയൽസ്. രണ്ടാമത്തെ സിനിമയുടെ നിർമ്മാണത്തിനായി ജിത്തു മാധവൻ സമീപിച്ചത് അൻവർ റഷീദിനെയായിരുന്നു. അദ്ദേഹത്തോട് ആവേശത്തിന്റെയും ബാലന്റെയും കഥ പറഞ്ഞു. ആവേശം പോലെയൊരു എനർജി സബ്ജക്ട് ആദ്യം ചെയ്യ്, എന്നിട്ട് ഇത് ചെയ്യുന്നതാകും നല്ലതെന്ന് അൻവർ റഷീദ് പറഞ്ഞു. അങ്ങനെ ആവേശം ഓണായി. സിനിമ വൻ വിജയവുമായി. ചിദംബരമാകട്ടെ മഞ്ഞുമ്മൽ ബോയ്സിന്റെ വിജയത്തിന് ശേഷം അടുത്ത സിനിമയുടെ ഒരുക്കത്തിലായിരുന്നു. ഹിന്ദി ചിത്രമായതുകൊണ്ട് പ്രീ പ്രൊഡക്ഷന് നല്ല സമയം വേണം. 2 വർഷത്തോളം ജോലി ഇല്ലാണ്ടിരിക്കേണ്ടി വരുമല്ലോ എന്ന് സുഹൃത്തായ സജിൻ ഗോപുവിനോട് പറയുകയുണ്ടായി. അപ്പോൾ സജിൻ പറഞ്ഞു, നീ ജിത്തുവിനെ ഒന്ന് കണ്ടു നോക്ക്, 1-2 ഐഡിയകളുണ്ട്. നേരെ കൊച്ചിക്ക് പോയി ജിത്തുവിനെ കണ്ടു. വലിയ സിനിമയുടെ കഥ വേണോ ചെറിയ സിനിമയുടെ കഥ വേണോ? ജിത്തു ചോദിച്ചു. നല്ല സിനിമയുടെ കഥ പറയൂ എന്ന് ചിദംബരത്തിന്റെ മറുപടി. അങ്ങനെ ബാലൻ സിനിമയുടെ കഥ ചിദംബരത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന് ആ കഥ വർക്കായി. അടുത്ത ദിവസം ചിദംബരത്തിന് KVN പ്രൊഡക്ഷനുമായി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഈ കഥയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. അവർക്കും ഇത് വർക്കായി. അങ്ങനെ 2 ദിവസം കൊണ്ട് സിനിമ ഓണായി. പിന്നീട് 5-ലധികം ഡ്രാഫ്റ്റ് സിനിമയ്ക്ക് വേണ്ടി എഴുതി. ജൂനിയർ എന്നായിരുന്നു വർക്കിംഗ് ടൈറ്റിൽ. ചിദംബരത്തിന് ആ പേരിനോട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെയാണ് ബാലനിലേക്ക് എത്തിയത്. സിനിമ ഫയൽസിന്റെ അടുത്ത എപ്പിസോഡ് മിസ്സാകാതിരിക്കാൻ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.